തൊട്ടടുത്ത റൂമിൽ പറഞ്ഞ പോലെ തന്നെ സെയിം രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ 2 ഡോറായിട്ട് തുറക്കുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഷർട്ടൊക്കെ ഹാങ് ചെയ്യാനുള്ള ലിവർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഷർട്ടൊക്കെ ഹാങ് ചെയ്തിടുന്നു. ഇതുപോലെ നമുക്ക് സൗകര്യത്തിൽ എടുക്കാം. നമുക്ക് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഷർട്ടൊക്കെ അയൺ ചെയ്ത് ഇത് തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ടുകൊണ്ട് പോകാൻ പറ്റും. കണ്ട പോലെ തന്നെ സെയിം രീതിയിൽ തന്നെ ഇതുപോലെ സാരിയൊക്കെ ഹാങ് ഇടാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് പോലെ പിടിപ്പിച്ചു. ഇതെല്ലാം സെംട്രി എന്ന് പറയുന്നൊരു ഇതെല്ലാ സാധനങ്ങളും സെംട്രി എന്ന് പറയുന്ന ഒരു ഒറ്റ കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെയാണ്. ഇതുപോലെ തന്നെ തെള്ളി നീക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞുകൊണ്ടിരിക്കും. സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനകം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇതുപോലെ ലിവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് തുണികളിടാം. നമുക്ക് ഈ 9 അടി ഹൈറ്റിൽ നമുക്ക് കബോർഡ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ റൂമിൽ ചെയ്ത പോലെ തന്നെ വലിയ ഒരു ഡ്രോയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാ റൂമിലെയും പോലെ തന്നെ ബാത്റൂമിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ വേറൊരു കബോർഡിൻ്റെ ഡോറും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് തുറന്നിട്ട് വേണം നമ്മൾ ബാത്റൂമിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് 2 ഗുണമുണ്ട്. നമ്മൾ ഒന്ന്, ബാത്റൂമിൻ്റെ ഡോറ് കാണാൻ പറ്റില്ല, ബാത്റൂം ഉണ്ടെന്നറിയില്ല. 2, ബാത്റൂമിനകത്തുനിന്ന് വരുന്ന സ്മെല്ലുകൾ പുറത്തോട്ട് വരാൻ കുറച്ചൊക്കെ ഇത് തടഞ്ഞു നിർത്തുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് സ്മെല്ലുകൾ പുറത്തോട്ട് വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ നമുക്കൊരു വലിയൊരു സ്റ്റോറേജ് സ്പേസ്, വലിയ ബാഗൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഗ്ലേസിങ്ങും ഫിനിഷിങ്ങും ഒക്കെ ഇത്രയും നാളെ ഉപയോഗിച്ചതിൽ നിന്ന് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതിന് യാതൊരു വ്യത്യാസവും നമ്മൾ കാണുന്നില്ല. ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് കാണുമ്പോൾ അത് അറിയാം. അതിൻ്റെ ക്വാളിറ്റി കാണുമ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടാകത്തില്ല എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്.